ഇലക്ഷനെ ഗൗരവമായി തന്നെ കാണേണ്ടവരാണ് നമ്മൾ. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇന്ത്യ എന്ന മഹത്തരമായ സങ്കല്പങ്ങളെ മുഴുവനും പൊളിച്ചുകളയുന്ന ആധുനിക ആശയങ്ങളുടെ മേലെ നമ്മുടെ കൈവിരൽ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട് പ്രതിരോധത്തിന്റെ ശബ്ദമുയർത്തേണ്ട സമയമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വോട്ടുള്ളവരൊക്കെയും വോട്ട് ചെയ്യണം. അതിൽ നിന്ന് പിന്മാറരുത്. ലോകത്തൊരുപാട് രാജ്യങ്ങളിൽ അവരുടെ അധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കില്ല. പല രാജ്യങ്ങളിലും നിങ്ങൾ നോക്കൂ, അവിടെയുള്ള രാജാവിനെ തിരഞ്ഞെടുത്തത് അവിടുത്തെ ജനങ്ങളല്ല. അവരെ ആര് നയിക്കണമെന്ന് ചിന്തിച്ചതോ തീരുമാനിച്ചതോ അവരല്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരവകാശം മഹത്തരമായ ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിൽ നമുക്കുണ്ട്. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ഭാഷയിൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ അത് ടോളറൻസ് ആണ്, സഹിഷ്ണുതയാണ്. സഹിഷ്ണുതയാണ് ജനാധിപത്യം. എന്നാൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസഹിഷ്ണുതയാണ്. തങ്ങളുടെ ആശയങ്ങളിൽ യോജിക്കാത്തവരെ, തങ്ങളുടെ തീരുമാനങ്ങളിൽ കൂടെ നിൽക്കാത്തവരെ മനുഷ്യത്വം മറന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന അസഹിഷ്ണുതയുടെ അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ തല്ലിക്കൊന്ന് മനുഷ്യന് നൽകേണ്ട ഒരു പരിഗണനയും നൽകാതെ മാനുഷിക മൂല്യങ്ങളെ മുഴുവനും പിച്ചി ചീന്തപ്പെടുന്നതിന്റെ കാഴ്ച കാണുമ്പോ ജനാധിപത്യം എന്ന് പറയുന്ന സഹിഷ്ണുതയെ ഒന്നാമതായി അവതരിപ്പിക്കുകയും ആ സഹിഷ്ണുതയ്ക്ക് വേണ്ടി നമ്മുടെ വോട്ടുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സംവാദമാണ്. സംവാദമാണ് ജനാധിപത്യം. വാക്കുകൾ, വീണ്ടും വാക്കുകൾ, വീണ്ടും വാക്കുകൾ. ജനാധിപത്യത്തെ നിർണയിച്ച ചില വർത്തമാനങ്ങളൊക്കെ കാണാം. പക്ഷെ ആലോചിച്ചു നോക്കൂ, നമ്മുടെ പാർലമെന്റിൽ തന്നെ എത്രയോ സംവാദങ്ങൾ കൃത്യമായി നടക്കാറില്ല. അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പാർലമെന്റിൽ ചില ബില്ലുകളൊക്കെ പാസ്സാവുക. ഈ കഴിഞ്ഞ കാലയളവിന്റെ ഇടയിൽ വളരെ നിസ്സാരമായ സമയം കൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പല വിഷയങ്ങളുമുള്ള ബില്ലുകൾ നിസ്സാര സമയം കൊണ്ട് ഒരു സംവാദം പോലും സാധ്യമാകാത്ത തരത്തിൽ നമ്മുടെ പാർലമെന്റിൽ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി വളരെ ഈ സമൂഹത്തെ മുഴുവനും നോക്കുകുത്തികളാക്കി പ്രഹസനം നടത്തുന്ന തരത്തിൽ സംവാദങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പാർലമെന്റുകൾ മാറിയ കാലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനാധിപത്യം ഇങ്ങനെയല്ല. ഇവിടെ സഹിഷ്ണുത ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാകണം. മനുഷ്യനൊന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കണം. മുസ്ലിമും ഹിന്ദുവും കൈകോർത്തു പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം സമ്മാനിച്ചത്. ആ കൈകൾ കോർത്തുവെച്ച കൈകളെ അകറ്റി മാറ്റി ആ സമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിന്റെ ഇടയിലൂടെ അവരുടെ അജണ്ടകൾ നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വോട്ട് നമ്മൾ വിനിയോഗിക്കേണ്ടത് ഈ രാജ്യം വിഭജിക്കുന്നവർക്കെതിരെ ആയിരിക്കണം. ഈ രാജ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ഒരുങ്ങുന്നവർ, ഈ മതങ്ങളുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തെല്ലിക്കുന്നവർ, മതത്തിന്റെ പേര് പറഞ്ഞ മനുഷ്യാവകാശങ്ങളെ ദംശിച്ചു കളഞ്ഞവർ, മതത്തിന്റെ പേര് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പ് സൃഷ്ടിച്ചവർ, അവർക്കെതിരെയുള്ള നമ്മുടെ വലിയ ആയുധങ്ങളിൽ ഒന്നാണ് വോട്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. മനുഷ്യന്റെ മനസ്സുകളെ മലീമസമാക്കുന്നവരെ രാജ്യത്തിന്റെ അധികാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. മറിച്ച് മനുഷ്യ മനസ്സുകളെ ചേർത്ത് പിടിക്കണം. പതിനായിരക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ച മഹാവ്യക്തിത്വങ്ങളുടെ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. എല്ലാം മറന്ന് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച വലിയ മനുഷ്യരിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ മനുഷ്യരുടെ പാരമ്പര്യമുള്ള രാജ്യത്ത് സാഹോദര്യത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിന്, സഹിഷ്ണുതയ്ക്ക് വേണ്ടിയാകണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ വോട്ട് നാളെ ഒരാളിന്റെ കണ്ണീരിന് കാരണമാകാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ അത് കലാപത്തിന് വഴിവെക്കാൻ പാടില്ല. നമ്മുടെ സമൂഹങ്ങളെ അത് ഛിന്ന ഭിന്നമാക്കാൻ പാടില്ല. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ സമാധാനം അത് തകർത്ത് കളയാൻ പാടില്ല. നമ്മൾ ജീവിക്കേണ്ട നാടാണിത്. നമ്മുടെ മക്കൾ ജീവിക്കേണ്ട നാടാണിത്. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ സമാധാനത്തോടെ ജീവിക്കേണ്ട മണ്ണാണിത്. ഈ മണ്ണ് മതം പറഞ്ഞ് തമ്മിലിടഞ്ഞ് പരസ്പരം കൊന്നും തള്ളിയും ചിരിച്ചും അവരുടെ ശരീരങ്ങളെ നോക്കി ഭ്രാന്തമായി ശരീരങ്ങളെ കൊന്നുതള്ളുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുമെടുക്കുന്ന മനുഷ്യരുണ്ടാകുന്നത് ഈ രാജ്യത്തിന്റെ ഭാവിയെ അപകടപ്പെടുത്തിക്കളയും. അതുകൊണ്ട് നമ്മൾ വിനിയോഗിക്കുന്ന വോട്ടുകളൊക്കെ കൃത്യമായിരിക്കണം. സമാധാനത്തിനു വേണ്ടിയാകണം, സാഹോദര്യം നിലനിൽക്കാനാകണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സാഹോദര്യത്തിന്റെ ചരിത്രം പറയാനുള്ള ഈ മണ്ണ് പരസ്പരം അവരെ വിഘടിച്ചു കളയുന്ന, പരസ്പരം അവരെ രണ്ടാക്കി മാറ്റി നിർത്തുന്ന, അവർ നിങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങൾ അവരുടെ ശത്രുക്കളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാശയത്തിന്റെ മേലെ നമുക്കൊരിക്കലും യോജിച്ചു നിൽക്കാൻ സാധ്യമല്ല.
സംവാദങ്ങൾ അവസാനിച്ച പാർലമെന്റുകളിൽ ഈ സമൂഹങ്ങളുടെ കണ്ണും കാതുമായി അനീതികൾക്കെതിരെ നാവായി പടപൊരുതേണ്ട ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കേണ്ടത്. പാർലമെന്റുകൾക്ക് വേണ്ടത് എണ്ണം തികയ്ക്കാനും കോറം തികയ്ക്കാനും കുറെ ആളുകളല്ല. അനീതികൾക്കെതിരെ ഉഗ്രമായി ശബ്ദിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവണം. അനീതികൾക്കെതിരെ പടപൊരുതുന്നവരുണ്ടാകണം. ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രവും സംഭാഷണങ്ങളും കേട്ടതാണ് നമ്മുടെ പാർലമെന്റ്. തങ്ങളുടെ കൂടെയുള്ള ആളുകൾ പോലും അനീതി ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ആൺകുട്ടികളുടെ ഇടമാണത്. ആ ഇടത്തേക്ക് നമ്മൾ പറഞ്ഞയക്കുന്ന ആളുകൾ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളാകണം. വർഗീയതക്കെതിരെ പോരാടുന്നവരായിരിക്കണം. ആ ആളുകൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യഗന്ധിയായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. എല്ലാ വിഷയങ്ങളെയും മറയ്ക്കാൻ ഒരു വിഷയമുണ്ട്, വർഗീയത. എല്ലാ വിഷയങ്ങളെയും മറയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ് വർഗീയത. കുറെ വർഗീയത പറയാ, മുസ്ലിങ്ങളെ കുറിച്ച് പറയാ, അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ആളുകളെ കുറിച്ച് പറയാ, അവരുടെ മതപ്രചരണങ്ങളെ കുറിച്ച് പറയാ. അപ്പോഴോ മനുഷ്യർ അവരുടെ എല്ലാ അവകാശങ്ങളും മറന്നുപോകും. മനുഷ്യന്റെ അവകാശങ്ങളിൽ നിന്നുള്ള കണ്ണുകെട്ടലാണ് ഈ വർഗീയത പറച്ചിൽ. തൊഴിലില്ലായ്മ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നമാണ്. പട്ടിണി ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ആലോചിച്ചു നോക്കൂ, ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടിയാൽ അത് ഇവിടുത്തെ മുസ്ലിമിനും ഹിന്ദുവിനും തുല്യമാണ്. അല്ലേ? അല്ലേ? തുല്യല്ലേ? ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേറെ പൈസ കൊടുത്തിട്ടാണോ ഗ്യാസ് കിട്ടുന്നത്? അല്ലല്ലോ. അങ്ങനെ ആണെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം അവരെ നമുക്ക് വാങ്ങാമല്ലോ. അവര് നമ്മളെ സുഹൃത്തുക്കളും സഹോദരങ്ങളും അല്ലേ. പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കും അവർക്കും ഒരേ വിലയല്ലേ? ഈ രാജ്യത്ത് അനീതി ഉണ്ടാകുന്ന സമയത്ത്, നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാവർക്കും ഒരുപോലെയാണ്. ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുമാണ്. അതിൽ നിന്നൊക്കെ അവരുടെ കണ്ണ് കെട്ടാൻ എന്ത് വേണം? പേടിപ്പിക്കണം, ഭയം. അതാ അവര് വരുന്നു നിങ്ങളെ ഇല്ലാതാക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെട്ട ഒരു മനുഷ്യൻ ആ ഭയത്തിൽ നിന്ന് അഭയം തേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങളെ കൂടെ നിന്നാ മതി, അവര് നിങ്ങളെ ഇല്ലാതാക്കി കളയും. നേരെ തിരിച്ചു, നിങ്ങളെ അവരില്ലാതാക്കി കളയും. ഭീരുവായ മനുഷ്യന്റെ ആയുധമാണ് വർഗീയത. പറയാനൊന്നുമില്ലാതെ വരുന്ന നേരത്തെടുത്തുപയോഗിക്കുന്ന ആയുധമാണത്. ഇവിടെ മനുഷ്യ മനസ്സുകളെ കോർത്തുവെച്ച മഹാരഥന്മാരുടെ മണ്ണാണ് ഇന്ത്യ. ആ രാജ്യത്തിന്റെ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും പതിനായിരക്കണക്കിന് മതസൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ ചിത്രങ്ങളുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയവരിൽ അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോട്ടുകൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ ബുദ്ധിപൂർവമായിരിക്കണം, ആലോചിച്ചായിരിക്കണം. എന്റെ താല്പര്യങ്ങൾ, എന്റെ ഇടപെടലുകൾ, അല്ലെങ്കിൽ പോട്ടെ രാവിലെ പോയിട്ട് ഏതെങ്കിലും ഒന്നിന് കുത്തുക, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനൊക്കെ ചില ആളുകളുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വോട്ടുകൾ ശരിയായി ഉപയോഗിക്കണം. നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്, വിവിധങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവരാണ്. നിങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും അതൊക്കെ വിനിയോഗിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനല്ലാതെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞതല്ല. നമ്മുടെ വോട്ട് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് നിങ്ങളുടെ അവകാശങ്ങളെ ഉപയോഗപ്പെടുത്തണം. അതിന് വലിയ പ്രാധാന്യം നൽകണമെന്നാണ് പറഞ്ഞത്. അല്ലാഹു